പെരിയാറിൻ്റെ തീരത്തുള്ള നാടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പാരമ്പര്യവും കലാപോഷണവും ഇഴപിരിഞ്ഞു കിടക്കുന്ന നാട്. ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ ജന്മത്താൽ ഇന്ത്യ മുഴുവൻ പ്രശസ്തമായ കേരളത്തിലെ ഒരു കൊച്ചു പട്ടണത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന കാലടി. ഹായ്, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ടു കാലടി. രാമസ്വാമി കൃഷ്ണമൂർത്തി എന്ന കൽക്കി തൻ്റെ ഇതിഹാസ ഗ്രന്ഥമായ പൊന്നിയിൻ സെൽവൻ എഴുതിയപ്പോൾ അതിലൊരു മലയാളിയെപ്പറ്റി എഴുതി വെച്ചു. അതിലെ വരികൾ ഇങ്ങനെയാണ്: അങ്ങ് കാലടി ദേശത്ത് ഒരു മഹാൻ അവതരിച്ചു, ശങ്കര ഭഗവത് പാദർ. ആ മഹാന് ഭാരതം മുഴുവനും അനുയായികളുണ്ടായി. മലയാളത്തിൻ്റെ സ്വന്തം ശങ്കരാചാര്യർ. AD 788 ശങ്കരാചാര്യരുടെ ജന്മത്താൽ പവിത്രമായ ആദിശങ്കര ജന്മഭൂമിയിലെ കാഴ്ചകളാണ് നാം കാണുന്നത്. സസലം എന്ന് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന കാലടിക്ക് ശങ്കരാചാര്യരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഇടം എന്നർത്ഥത്തിലാണ് കാലടി എന്ന പേര് ലഭിക്കുന്നത്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ആദിശങ്കര ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ഭൂമി വിട്ടു നൽകിയത്. വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. അതിരാവിലെ തന്നെ ഇവിടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടും. ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ്. ശങ്കരാചാര്യരുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ മുതലക്കടവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കടവിൽ കുളിക്കാൻ വന്ന ശങ്കരാചാര്യരുടെ കാലിൽ മുതല പിടുത്തം വിടുകയും സന്യാസം സ്വീകരിച്ചാൽ മാത്രമേ വിടൂ എന്നുള്ള ഉപാധിയിന്മേൽ മുതല പിടുത്തം വിടുകയും ശങ്കരാചാര്യർ സന്യാസം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. രാമകൃഷ്ണ അദ്വൈതാശ്രമം, ആദിശങ്കര കീർത്തിസ്തംഭം മണ്ഡപം എന്നിവയാണ് ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മറ്റ് പ്രധാന ആകർഷണങ്ങൾ. ബേലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാമകൃഷ്ണ മഠത്തിൻ്റെ ശാഖാ കേന്ദ്രമാണ് രാമകൃഷ്ണ അദ്വൈതാശ്രമം. അതുപോലെ കാഞ്ചി കാമകോടി മഠം നിർമ്മിച്ച 8 നിലകളുള്ള സ്മാരകമാണ് ശ്രീ ആദിശങ്കര കീർത്തിസ്തംഭം മണ്ഡപം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരിടം. ഇതാണ് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള കാലടി പ്ലാന്റേഷൻ. 1962 4000 തൊഴിലാളികളുടെ കൂട്ടായ്മയായി തുടങ്ങിയ കാലടി പ്ലാന്റേഷൻ. ഇത് നമ്മുടെ കൂടെയുള്ളത് സുരാജേട്ടൻ. സുരാജേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് സുരാജേട്ടനാണ്.
വന്യമൃഗങ്ങളും ജനങ്ങളും ഒരുമിച്ച് വാഴുന്നൊരിടം, കാടിനുള്ളിലെ നാട്. അതാണ് ഈ പ്ലാന്റേഷൻ. മൊബൈൽ ഫോണും നെറ്റ്വർക്കും ഒന്നുമില്ലാതെ വർഷങ്ങളോളം നാം ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് ഇവിടെ കാണാം. മൊബൈൽ ഫോണുകൾക്ക് ഇവിടെ റേഞ്ചില്ല, അഥവാ സ്ഥാനമില്ല. ആനയും പുലിയും ഇടയ്ക്ക് തങ്ങളുടെ ജനങ്ങൾക്ക് ക്ഷേമമാണോ എന്നന്വേഷിച്ച് ഇറങ്ങും. പശുക്കളും മറ്റും റോഡിൽ നിന്ന് വാഹനങ്ങൾ വന്നാൽ പോലും അനങ്ങില്ല. കാരണം ഇത് അവരുടെ സാമ്രാജ്യമാണ്. ഞങ്ങൾ രാവിലെ ജോലിക്ക് വരുമ്പോൾ 6 മണി ആവും. 6:10 ഞങ്ങൾക്ക് ജോലിക്ക് വരണം. പക്ഷേ 6 മണിക്ക് തോട്ടത്തിലിറങ്ങാൻ കഴിയില്ല. ആ സമയം വരെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തൊക്കെ തങ്ങിക്കൊണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഏത് സമയത്തും ആന ഒരു 7, 7, 8 മണിയാവുന്നവരെ ഈ മേഖലയിലൂടെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ 8 മണിക്ക് ആന കയറി ഞങ്ങളുടെ ഓഫീസിൻ്റെ അതിൽ കയറി ടാപ്പിംഗ് മേഖലയിലൂടെ വന്നു. വലിയ ഒരു കൊമ്പനും ഒരു കുട്ടിക്കൊമ്പനും കൂടി. കൂടാതെ ഒരു ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പശുക്കളും ഒക്കെ ഞങ്ങൾ തൊഴിലാളികളെല്ലാം ഡിവിഷൻ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ പശുക്കളും ആടുകളും ഒക്കെ വരുന്ന തക്കം പാർത്തുകൊണ്ട് പുലി എത്താറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് പുലി ഉണ്ടായിരുന്നു. അവിടുത്തെ താമസക്കാർ, അവിടുത്തെ ജോലിക്കാരനെ പല ജോലിക്കാർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് 7 മണി കഴിയാതെ തോട്ടത്തിലേക്ക് ഇറങ്ങി പോകരുന്ന ഞങ്ങളുടെ ഫീൽഡ് എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശം കൂടിയുണ്ട്. പുലിയെയും ആനയെയും എന്തോ ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. നമ്മുടെ കായംകുളം കൊച്ചുണ്ണി സിനിമയിൽ ഇത്തിക്കര പക്കിയായ മോഹൻലാൽ നിവിൻ പോളിയുടെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, മ്ലാവിൻ്റെ ഇറച്ചി കഴിക്കണമെന്ന്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഒരു മ്ലാവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ, പക്ഷേ സേഫായിട്ടുള്ള ഡിസ്റ്റൻസിലാണ്. നമ്മളതിനെ ശല്യപ്പെടുത്താനും പോകുന്നില്ല. ആളുടെ വഴിക്ക് പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് ഞാനും പോയിക്കോളും. പ്രകൃതി വസന്തത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിവിടെ സന്ദർശിച്ച സമയം അത്ര ശരിയായില്ലെന്ന തോന്നൽ എനിക്കുണ്ട്. പച്ച പതച്ച് നിൽക്കുന്ന പ്രകൃതിയെ എനിക്കിവിടെ നഷ്ടമായി. എന്നാലും എന്തൊരു ഭംഗിയാണ് പ്ലാന്റേഷന്. അതിനുശേഷം നമ്മൾ പോയത് പ്ലാന്റേഷൻ സ്കൂളും പിന്നെ ഇത്തിരി റിസ്ക്കായ മുനിയറകളും കാണാനാണ്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പ്ലാന്റേഷന് പറയാൻ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ 3 നില കെട്ടിടങ്ങളിലൊന്ന് ഇതാ നമ്മുടെ മുന്നിലുണ്ട്. 1970 EMS ഉദ്ഘാടനം ചെയ്ത വർക്കേഴ്സ് യൂണിയൻ ഓഫീസ്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് പണിമുടക്കിയ തൊഴിലാളി വിഭാഗം ഇവിടെയാണ് എന്നാണ് ഇവരുടെ അവകാശവാദം. AKG തൻ്റെ ഏറ്റവും അവസാനത്തെ സമരത്തിനായി വന്നു ചേർന്നത് ഈ മണ്ണിലാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുശീല ഗോപാലിൻ്റെ പുസ്തകത്തിൽ ഇക്കാര്യം പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നു. പാർട്ടി പ്രസ്ഥാനം അത്രയധികം സ്വാധീനം ചെലുത്തിയ ഈ നാടിനെപ്പറ്റി CR ദാസ് ഒരു പുസ്തകം തന്നെ എഴുതി, ചുവന്ന കാലടികൾ.
ഒരു മലയാളിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. 1993 രൂപീകൃതമായ അന്നു മുതൽ സംസ്കൃത പഠനത്തെയും കേരളത്തിലെ തനത് കലകളെയും പോഷണം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി യൂണിവേഴ്സിറ്റി തല ഉയർത്തി നിൽക്കുന്നു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. കാലടിയിലെ മറ്റൊരു പ്രസിദ്ധമായ ശങ്കര കോളേജും ഈ യൂണിവേഴ്സിറ്റിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, ഫൈൻ ആർട്സ്, സംഗീതം തുടങ്ങിയ കലാവിഷയങ്ങളും സംസ്കൃത വിഷയങ്ങളും ഇവിടെ കോഴ്സുകളായുണ്ട്. അതോടൊപ്പം പ്രകൃതി പരിപാലനത്തിലും യൂണിവേഴ്സിറ്റി നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അറിവ് നേടാൻ പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല. വിദ്യാർത്ഥികളുടെ കീഴിൽ സംഗീതവും നൃത്തവും അഭ്യസിക്കുന്ന ഉയർന്ന ജോലിയുള്ളവരെയും ഞങ്ങളിവിടെ കണ്ടു. കാലടിയിൽ നിന്നും നമുക്ക് മടങ്ങുവാൻ നേരമായി. പുതിയൊരു നാടിൻ്റെ കഥയുമായി വൈകാതെ കാണാം.